പ്രൈസ് ദി ലോർഡ്. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാനേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയാ. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാനേശുണ്ടെന്നും. എന്തൊരാനന്ദം ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയാ. ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, ഭാരത്താൽ വലഞ്ഞാലും തീരാത്ത രോഗിയായെന്നാലും, മാറും ഞാൻ മറുരൂപമാകും, എന്റെ കർത്തൻ കൂടെന്നും വാഴും. മാറും ഞാൻ മറുരൂപമാകും, എന്റെ കർത്തൻ കൂടെന്നും വാഴും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന സഹോദരന്മാർക്ക്, മാതാപിതാക്കൾക്ക് എൻ്റെ യേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ വൈകിയ വേളയിൽ ഞാൻ അറിയിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അറിയുന്നുണ്ട്. നാം ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതും ഒക്കെ ദൈവം അറിയുന്നു എന്ന് 139 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 139 സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതിലിങ്ങനെ കാണുന്നു: ഞാൻ എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കും. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കും. ഈ വാക്യം ഞാൻ അനേക പ്രാവശ്യം, അനേക വർഷങ്ങൾ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം എത്രത്തോളം ഞാൻ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കത് പൂർണ്ണമായി ഗ്രഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കല് ദൈവം എനിക്ക് ആ വാക്യത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുവാനിടയാണ്. ഒരു അനുഭവത്തിലൂടെ, ഒരു സംഭവത്തിലൂടെയാണ് അത് വെളിപ്പെടുത്തുവാനിടയായി. ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ ക്രമീകരിപ്പാനിടയാണ്. ആ കൺവെൻഷൻ ക്രമീകരിച്ചു, അതിന്റെ നോട്ടീസ് അടിച്ചു, പ്രസംഗിപ്പാനുള്ള ദൈവദാസന്മാരെയൊക്കെ ക്ഷണിപ്പാനിടയാണ്. ഗാനശുശ്രൂഷക്കാരെ ക്ഷണിച്ചു, ഇൻസ്ട്രുമെന്റ്സുകാരെയൊക്കെ ക്ഷണിച്ചു. ആ നോട്ടീസൊക്കെ വിതരണം ചെയ്തു. എന്നാൽ കൺവെൻഷൻ ഒരു മാസം കിടക്കെ സാമ്പത്തികമായ, അതായത് പൈസയൊന്നും എൻ്റെ കരങ്ങളിൽ ലഭിച്ചില്ല. കൺവെൻഷന്റെ ചെലവ് വഹിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ലാത്ത വിധം സാമ്പത്തികമായി ഞെരുക്കമുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ ഭവനത്തിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ അകലെയുള്ള ഒരു കമ്പനിയിൽ ആണ് ജോലി. കമ്പനിയിൽ അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ പൈതങ്ങൾ പഠിക്കുവാൻ പോയി, ഭാര്യ ജോലിക്ക് പോയി. എനിക്ക് 2 പൈതങ്ങളാണ്, അവര് പഠിക്കുവാനായി. എന്നാൽ ഞാൻ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്ത് എല്ലാ അയൽക്കാരുണ്ട്, അടുത്തടുത്ത് വീടുകളുണ്ട്. എന്നാൽ ഫ്രണ്ട് ഭാഗത്തുള്ള ഡോറ് ഞാൻ അടച്ചതിന് ശേഷം അടുക്കള ഭാഗത്തുള്ള ഡോറ് തുറന്നിട്ട് അടുക്കള ഭാഗത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കുളിച്ച് ഒരുങ്ങി വേദപുസ്തകം വായിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ കൺവെൻഷന്റെ കാര്യം ചിന്തയിലേക്ക് പോയി. കൺവെൻഷൻ ഒരു മാസമേ ഉള്ളൂ. എന്നാൽ സാമ്പത്തികമായ നന്മകളൊന്നും തന്നെ ഞങ്ങൾ ലഭിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത്
വളരെ ഭാരമുണ്ടായി. ഈ ഭാരം വളരെ ആഴമായ ഭാരമായി മാറി. എന്നാൽ ഞാൻ ആ നിലവിളിക്ക് വന്ന അവസ്ഥയിൽ എൻ്റെ ഹൃദയം തകരുവാനിടയായി. ഹൃദയത്തിന് വലിയ തകർച്ചയുണ്ടായിട്ട് ഞാൻ ആ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ രണ്ട് സെക്ഷൻ പല്ലുകളും കടിച്ചു പിടിച്ചുകൊണ്ട് അല്പം നിരന്നു. ഒരു 2-3 മിനിറ്റ് അങ്ങോട്ട് നിന്നു. എന്നാല് പെട്ടെന്ന് എൻ്റെ അവസ്ഥ മാറി. ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടായി. സന്തോഷം ക്രമേണ വലിയ ആനന്ദത്തിലേക്ക് വരുവാനിടയാണ്. എന്താ കാര്യമെന്നറിയത്തില്ല, എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല, അതിനിടയ്ക്ക് എന്താണ് നടത്തുന്നത് അറിയത്തില്ല. ഹൃദയ തകർച്ച, ആഴമായ ഹൃദയ തകർച്ച ഉണ്ടായി. 3 മിനിറ്റിന് ശേഷം ഹൃദയത്തിൽ സന്തോഷമുളവായി. പിന്നീട് ഞാൻ വേറെ പുസ്തകം വായിച്ചു, ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനിട. ആ പകൽക്കാല വേളയിൽ ആരെയും ഫോൺ ചെയ്തിരുന്നില്ല. അയൽപക്കക്കാരോട് ആരോട് സംസാരിച്ചില്ല. ഭാര്യയെ ഫോൺ വിളിച്ചില്ല. മക്കളെയും ഫോണിൽ സംസാരിക്കാനിടയായി തീർന്നില്ല. എന്നാൽ വൈകുന്നേരമായി ഏകദേശം ഒരു 6 മണി സമയമായപ്പോൾ ഭാര്യ ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് എന്തെങ്കിലും സംസാരിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു. നിന്നപ്പോൾ അവൾ കസേരയിൽ ഇരുന്നിട്ട് അവളോട് ചോദിച്ചു, ഇന്ന് പ്രഭാതത്തിൽ ഇത്ര മണി സമയമായപ്പോൾ നിങ്ങൾക്ക് വലിയ ഹൃദയ ഭാരമുണ്ടായി? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെയൊന്നും ഉണ്ടായി. ഹൃദയവേദയുണ്ടായി, ദുഃഖമുണ്ടായി, ഹൃദയ തകർച്ചയുണ്ടായി. എനിക്കങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ മറുപടി. എന്നാൽ അവൾ എന്നോട് ചോദിച്ചു, കൺവെൻഷന്റെ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഭാരവും ദുഃഖവും ഹൃദയ തകർച്ചയും ഉണ്ടായോ? അപ്പോഴാണ് രാവിലത്തെ ആ കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഞാൻ അവളോട് ചോദിച്ചു, ഇതാരാണ് നിന്നോട് പറഞ്ഞത്? നിന്നോട് ഇതാരാ പറഞ്ഞു? ഈ സംഭവം ആരാണ് പറഞ്ഞത്? കാരണം ആ പകൽക്കാലം ഞാൻ അവളെ ഫോൺ വിളിച്ചിട്ടില്ല, അവളോട് സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഉണ്ടായത് എനിക്ക് മാത്രമല്ലാതെ ആ മക്കളോട് ഫോൺ വിളിച്ച് പറഞ്ഞില്ല, മറ്റാരോടും പറഞ്ഞില്ല, അയൽപക്കക്കാരോട് സംസാരിച്ചില്ല, അവരോട് ആരോടും പറഞ്ഞു. ഞാൻ മാത്രം പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇവളെങ്ങനെ പറഞ്ഞു? ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നിങ്ങളിവിടെ അനുഭവിച്ചത് ഒരു ഭീഷണായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 3-4 മിനിറ്റ് നിങ്ങളുടെ ഇതിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനിടയാണ്. പ്രാർത്ഥിച്ചത് ഞാനല്ല, പരിശുദ്ധാത്മാവിനിലൂടെ പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ ആദ്യം ഉള്ളില് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. പിന്നീട് ആ പ്രാർത്ഥന വായി തുറന്ന് പുറത്തേക്ക് വരുവാനിടയായി. ആരെങ്കിലും കാണുമോ എന്നുള്ള ഭീതി ഉണ്ടായെങ്കിലും ആരും അറിഞ്ഞില്ല, കണ്ടില്ല. വളരെ ജോലിക്കാരുള്ള കമ്പനി. അങ്ങനെ ആണ് ഞാൻ അറിയുവാനിടയാണ്. എന്നാൽ എനിക്കത് അത്ഭുതമായി. ഈ വാക്യം എൻ്റെ ഉള്ളിലേക്ക് വന്നു. എൻ്റെ നിരൂപണം അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണം, നമ്മുടെ വികാരങ്ങൾ എല്ലാം സ്വർഗത്തിൽ ദൈവം അറിയും എന്ന് ഈ സംഭവത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുവാനിടയായി. അന്നാണ് ഞാൻ ഈ വാക്യത്തിന്റെ പൊരുള, ആ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്യം, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അതേപടി സത്യമാണെന്ന് വിശ്വസിപ്പാനിടയായി തീർന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. ആ സ്വർഗത്തിലെ ദൈവം, കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവം. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. കർത്താവിനോട് പറ്റിയിരുന്നാൽ, അവനോട് അടുത്തിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ നാളുകളിൽ ആ കർത്താവായ യേശുവിനെ നാം ആരാധിക്കുന്നു, യേശുവിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിങ്കിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിപ്പാൻ കഴിയുന്നുണ്ട്, വിടുതലുകൾ പ്രാപിപ്പാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? അത് നമ്മുടേതായ കുറവുകൾ തന്നെ. നാം ദൈവകൽപ്പനകൾ പ്രമാണിപ്പാനിടയായി തീരും. കർത്താവിനോട് നാം ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ല കർത്താവിനെ സേവിപ്പാനിടയായ സ്വർഗത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശയങ്ങൾ ചെയ്യുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്.
ആ ദൈവത്തോട് ഈ നാളുകളിൽ നമുക്ക് അടുത്തു ചെല്ലാം. അവനോട് നമുക്ക് സമയം ചിലവിട്ട് ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൽപ്പനകള് ആവും വിധം നമുക്ക് പ്രമാണിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിനെ ഭക്തിപൂർവ്വം സേവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.